നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കുറ്റകൃത്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ലോകം. തീർച്ചയായിട്ടും ഓരോ ദിവസവും ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ ഒരു കൊലപാതകം അല്ലെങ്കിൽ അത്തരത്തിൽ ഏതെങ്കിലും ഒരു വാർത്ത ഇല്ലാത്ത ഒരു ദിവസം പോലും ഇപ്പോൾ ഇല്ല. തീർച്ചയായിട്ടും മനുഷ്യ മനസാക്ഷിയൊക്കെ നടുക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കുറച്ച് വാർത്തകളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് പനമരം കേണിച്ചിറ കേളമംഗലത്ത് യുവതിയെ ഭർത്താവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷേ ശ്രമം പരാജയപ്പെട്ടു. ലിഷയാണ് മരിച്ചത്. ഭർത്താവ് ജിൽസനെ കോഴിക്കോട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെയോടെയാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അല്ലെ. തീർച്ചയായിട്ടും രണ്ട് മക്കളെയും മുറിയിലാണ്. അത് ഈ ഒരു സംഭവത്തിന് ഏറ്റവും ക്രൂരമായ ഒരു ഭാഗം എന്ന് വെച്ചാൽ കുട്ടികളെയൊക്കെ ഈ മുറിയിൽ അടച്ചിട്ട ശേഷമാണ് ജിൽസൺ ലിഷയെ കൊലപ്പെടുത്തിയത്. ഈ ഫോണിന്റെ ചാർജിങ് കേബിൾ കൊണ്ട് കഴുത്തിൽ മുറുക്കിയാണ് അവരെ ഇത്തരത്തിൽ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. പിന്നാലെ തൂങ്ങി മരിക്കാനായി ജിൻസൺ മരത്തിൽ കുരുക്കിട്ട് കയറി, പക്ഷെ താഴെ വീണു. അങ്ങനെയാണ് ഇയാൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പിന്നെ വിഷം കുടിച്ച ശേഷം ബ്ലേഡ് ഉപയോഗിച്ച് കൈഞ്ഞരമ്പ് മുറിച്ചു. ഇതിനുശേഷം മരത്തടി മുറിക്കുന്ന യന്ത്രം ഉപയോഗിച്ചും കൈ മുറിച്ചു. പക്ഷെ ഈ ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. അയാൾ മരിച്ചില്ല. ഈ കടബാധ്യതയാണ് ഇത്തരത്തിലൊരു ക്രൂരതയിലേക്ക് നയിച്ചത് എന്നാണ് പറയുന്നത്. അർദ്ധരാത്രിയോടെ ഇയാൾ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു. പുലർച്ചെ ഇത് കണ്ട സുഹൃത്ത് സമീപവാസികളെ വിവരം അറിയിച്ചു. ഇവരെത്തിയപ്പോഴാണ് സംഭവം പുറത്തറിയുന്നത്. കടബാധ്യത എന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പൊ മക്കളെ അല്ലെ, കടബാധ്യത കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ മക്കളെ എന്തിന്, ആ ഒരു ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് ചോദിക്കുന്ന ചോദ്യം. കടബാധ്യതയുടെ പേരിൽ പല കുറ്റകൃത്യങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുണ്ട്. ചിലപ്പോ കുടുംബം ഒന്നാകെ സൂയിസൈഡ് ചെയ്യാനായിരിക്കും ശ്രമിക്കുന്നത്. ചിലപ്പോ അതിന് തയ്യാറല്ലാത്ത ഒരു ഉണ്ടാവും. അപ്പൊ അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യാമെന്നുള്ള രീതിക്ക് പലരും നീങ്ങുന്നത്. ഇവിടെ പക്ഷെ ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് സ്വയം മരിക്കാൻ നോക്കണം. അപ്പൊ കുട്ടികൾ ആരും നോക്കുക, അല്ലെങ്കിൽ കുട്ടികൾ ഈ കടബാധ്യതയിൽ പെട്ടുപോകില്ല എന്നൊന്നും ചിന്തിച്ചാണില്ലേ. അപ്പൊ എന്തായാലും ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. മറ്റൊരു വാർത്തയോടെ നമുക്ക് നോക്കാം. വളാഞ്ചേരി സംഭവിച്ചതല്ലേ, അതൊരു നടക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്താണ്? അത്തിപ്പറ്റയില് കഴിഞ്ഞ ദിവസമാണ് ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. ഇത് സംബന്ധിച്ചുള്ള അന്വേഷണമൊക്കെ നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇവരുടെ മരണകാരണം എന്താണെന്ന് സംബന്ധിച്ച് ഇതുവരെ വ്യക്തതയൊന്നും വന്നിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വന്നതിന് ശേഷം മാത്രമേ കൃത്യമായ വിവരം പുറത്തു വരികയുള്ളൂ. ഞായറാഴ്ച രാവിലെ 11 മണിയോടെയാണ് ഈ ആൾതാമസമില്ലാത്ത വീട്ടിലെ വാട്ടർ ടാങ്കിൽ ഈ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. കാരണം ഈ വീടെന്ന് പറയുന്നത് ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ ദീർഘകാലമായിട്ട് വിദേശത്താണ് താമസിക്കുന്നത്. അപ്പൊ ഇവിടെ ഒരു സെക്യൂരിറ്റി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഈ ടാങ്ക് വൃത്തിയാക്കാനായി, അതായത് ഈ ടാങ്കിലെ ആമ, മത്സ്യം അങ്ങനെ പലതിനെ വളർത്തിയിരുന്നു. അപ്പൊ ഇതിന് ആഹാരം ഇട്ടുകൊടുക്കാനും ഇത് വൃത്തിയാക്കാനുമായിട്ട് എത്തിയ തൊഴിലാളിയാണ് ഈ ഒരു മൃതദേഹം ആദ്യം കണ്ടത്. പിന്നീടാണ് ഇവര് പോലീസിനെ വിവരം അറിയിച്ചത്. കാരണം ഈ സെക്യൂരിറ്റി മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇവർ ഇവിടേക്ക് എത്തിയത്, അല്ലെങ്കിൽ എന്തിനാണ് അതും ഇവരെന്ന് പറയുന്നത് അയൽ വീടുകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്, വീട്ടു ചെയ്യുന്ന സ്ത്രീയാണ്. അപ്പൊ ഇവരെന്തിനാണ് അവിടെ നിന്ന് ഇവിടേക്ക് എത്തിയത് എന്നുള്ളത് ഒരു ദുരൂഹതയായിട്ട് തുടരുകയാണ്. കാരണം ഇനിയിപ്പോ ഇവരൊരു മോഷണ ശ്രമത്തിനിടെയാണ് കൊല്ലപ്പെട്ടതെന്ന് നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ പക്ഷെ അത്തരമൊരു നീക്കമൊന്നും നടന്നിട്ടില്ല. കാരണം യുവതിയുടെ ദേഹത്ത് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ശ്രമവും അല്ല നടന്നത്. കാരണം പ്രഥമ ദൃഷ്ട്യാ ഇവരുടെ ദേഹത്ത് അങ്ങനെ മുറിവുകളോ അല്ലെങ്കിൽ മൽപ്പിടുത്തം നടത്തിയ പാടുകളോ അങ്ങനെ ഒന്നും തന്നെ കണ്ടെത്തിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം ഇത് ആത്മഹത്യ എന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഇതിന്റെ ഒരു വ്യക്തത വരാനുണ്ട്. കാരണം ഇനി മറ്റാരെങ്കിലും എന്തെങ്കിലും അപായപ്പെടുത്താൻ ശ്രമിച്ച് കൊണ്ടുവന്ന് ഇട്ടതാണോ എന്നൊന്നും അറിയില്ല. കൃത്യമായി വിവരം പറയണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം. കാരണം രാവിലെ 10 മണിയോടെയാണ് ഈ ഫാത്തിമ ജോലിക്കെന്ന് പറഞ്ഞ് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പൊ അത് കാരണം തന്നെ ഈ ജോലിക്കെന്ന് പറഞ്ഞു പോയ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും ഒരു ദുരൂഹതയായിട്ട് തുടരുകയാണ്. എന്തായാലും CA ബഷീർ ചിറക്കലിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. കാരണം ഇവര് പ്രദേശത്ത് മറ്റൊരു വീട്ടിൽ സ്ഥിരമായി വീട്ടുജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോ ജോലിക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. സ്വർണ്ണാഭരണങ്ങളൊക്കെ ശരീരത്തിൽ തന്നെ ഉണ്ട്. പക്ഷെ ഈ ആൾതാമസമില്ലാത്ത വീട്ടിൽ എപ്പോ എത്തി എന്നത് കൃത്യമായി അറിയില്ല. കാരണം ഇവരെങ്ങനെയാണ് ഇവിടേക്ക് എത്തിയതെന്ന് ആ വീട്ടിലെ സെക്യൂരിറ്റിക്കും അറിയില്ല, തൊട്ടടുത്തുള്ള ആർക്കും തന്നെ അറിയില്ല. അപ്പോൾ ഇതിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്.
എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വരും മണിക്കൂറിൽ പുറത്തു വരും എന്ന് തന്നെയാണ് അന്വേഷണ സംഘവും വ്യക്തമാക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരാനുണ്ട് അല്ലേ? അതിനുശേഷം മാത്രമേ എന്താണ് ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടിയിട്ട് മൃതദേഹം കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വരും മണിക്കൂറിൽ ലഭ്യമാകും. അതായത് ഈ വാട്ടർ ടാങ്ക്, അതായത് ഈ മൃതദേഹം കണ്ടെത്തിയ വീടും ഇവര് ജോലിക്ക് നിൽക്കുന്ന വീടും തമ്മിൽ 100 മീറ്റർ അകലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എന്താണ് സംഭവിച്ചതെന്നത് വളരെ ആശങ്ക തന്നെയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം. ബംഗളൂരിലെ BTM ലേഔട്ട് ഏരിയയിൽ യുവതിയെ കയറി പിടിച്ച ശേഷം കടന്നു കളഞ്ഞ പ്രതി കോഴിക്കോട് നിന്നും അറസ്റ്റിലായിരിക്കുകയാണ്. 3 സംസ്ഥാനങ്ങളായി ഒളിച്ചു താമസിച്ച പ്രതിയെ 700ഓളം CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പോലീസ് ഇത്തരത്തിൽ കുടുക്കിയിരിക്കുന്നത്. വളരെ സാഹസികമായിട്ടുള്ളൊരു നീക്കവും ഒരു പ്രതിയെ പിടികൂടലുമാണ്. ബംഗളൂരുവിലെ ഒരു ജോഗോർ ഷോറൂമിൽ ഡ്രൈവറായി ജോലി ചെയ്യുന്ന 26 വയസ്സുള്ള സന്തോഷ് എന്നയാളാണ് പോലീസിന്റെ പിടിയിലായത്. കോഴിക്കോട്ടെ ഒരു ഉൾപ്രദേശത്ത് നിന്നാണ് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. പിന്നെ ഏപ്രിൽ 3-ാം തീയതിയാണ് ഈ സംഭവ വികാസങ്ങൾ നടന്നത്. ആളൊഴിഞ്ഞ വഴിയിലൂടെ പെൺകുട്ടി നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഇയാൾ കയറി പിടിക്കുകയായിരുന്നു. സംഭവം നടന്ന ദിവസങ്ങൾ കഴിഞ്ഞു, ആരും പരാതിയുമായി എത്തിയില്ല. അതുകൊണ്ട് തന്നെ പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം നടത്തുകയായിരുന്നു. സംഭവം നടന്ന വഴിയിലെ ഒരു കെട്ടിടത്തിന്റെ CCTVയിലാണ് ഈ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത്. ആളൊഴിഞ്ഞ വഴിയിലൂടെ നടന്നു വന്നിരുന്ന പെൺകുട്ടികളിൽ ഒരാളെ പിന്നാലെ എത്തിയ പ്രതി പുറകിൽ നിന്ന് ആക്രമിക്കുന്നു. അപ്പൊ പെൺകുട്ടി സ്വാഭാവികമായിട്ടും ഒരു ആക്രമണം വരുമ്പോൾ നമ്മളെ തടുക്കാൻ ശ്രമിക്കും. അത്തരത്തിൽ അക്രമിയെ ചെറുക്കാനും തടയാനും ഒക്കെ പെൺകുട്ടി ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഈ ചെറുത്തു നിൽപ്പിലാണ് ശരിക്കും ഇയാൾ ഓടിപ്പോയത്. ഇതൊക്കെ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടെത്തി. ദൃശ്യങ്ങൾ വൈറലാണ്, പക്ഷെ ആരും പരാതിയുമായി വന്നിട്ടില്ല. അതുകൊണ്ട് ബംഗളൂരു പോലീസ് സ്വമേധയാ കേസിൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. കയ്യേറ്റം, ലൈംഗിക അതിക്രമം, അപായപ്പെടുത്താനുള്ള ലക്ഷ്യത്തോടെ പിന്തുടരുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് പ്രതിക്കെതിരെ FIR തയ്യാറാക്കിയിരിക്കുന്നത്. CCTVയിൽ അക്രമിയുടെ മുഖം വ്യക്തമായി പതിയാതിരുന്നത്. ശരിക്കും CCTV ദൃശ്യങ്ങളിൽ നിന്ന് പ്രതിയുടെ ഒരു ഫേസ് ഒന്നും കാണാൻ പറ്റിയില്ല, മുഖം കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അത് അന്വേഷണ സംഘത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. എന്തായാലും പ്രതിയെ അതിസാഹസികമായി പിടികൂടി. അതുകൊണ്ട് തന്നെയാണ് 700ഓളം CCTV ക്യാമറകൾ പരിശോധിക്കേണ്ടി വന്നത്. എന്തായാലും കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് പ്രതിക്കായി അന്വേഷണം ശക്തമാക്കി. അങ്ങനെയാണ് സന്തോഷിനെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും പ്രതി തമിഴ്നാട്ടിലെ ഹൊസൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് കടക്കുകയായിരുന്നു. 3 സംസ്ഥാനങ്ങളിലായി ഒരാഴ്ചയോളം നടത്തിയ അന്വേഷണത്തിന്റെ ഒടുവിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ഈ കയ്യേറ്റത്തിനിരയായ പെൺകുട്ടി പോലീസുമായി ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ഇത്തരം ഒരു കേസിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ താല്പര്യമില്ല എന്ന് ആ കുട്ടി പറഞ്ഞു. അതുകൊണ്ടാണ് കേസ് നൽകാതിരുന്നതെന്നും പെൺകുട്ടി പറഞ്ഞു എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ബംഗളൂരു പോലെ വലിയ നഗരങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് സാധാരണയാണ് എന്ന കർണാടക ആഭ്യന്തരമന്ത്രിയുടെ പരാമർശവും ഇതിനിടയിൽ വലിയ വിവാദമായി മാറിയിരുന്നു. ഇതിനിടെ വന്ന മറ്റൊരു സംഭവമാണ് ബോണക്കാട് വനത്തിൽ കഴിഞ്ഞ ദിവസം ഒരാളുടെ മൃതദേഹാവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തി. 3 ശരീരഭാഗങ്ങളാണ് പലയിടങ്ങളിലായി തെരച്ചിൽ നടത്തിയപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇത് ആരുടെ മൃതദേഹമാണെന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. കന്യാകുമാരി സ്വദേശിയുടേതാണ് എന്നാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൽക്കുളം ക്രിസ്റ്റഫർ പിവാസിന്റെ മൃതദേഹമെന്നാണ് പോലീസ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സമീപത്ത് നിന്ന് കിട്ടിയ ആധാർ കാർഡിൽ നിന്ന് ലഭിച്ച വിവരങ്ങളൊക്കെ അനുസരിച്ച് പിതാവുമായി പോലീസ് ബന്ധപ്പെട്ടിരുന്നു. തുടർന്നാണ് മെഡിക്കൽ കോളേജിലെത്തി മൃതദേഹമൊക്കെ തിരിച്ചറിഞ്ഞത്. 2 മാസമായി മകനെ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നതായി പിതാവ് പറയുന്നുണ്ട്. കുരിശുമല തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് നടത്തിയ സുരക്ഷാ പരിശോധനയ്ക്കിടെയാണ് വ്യാഴാഴ്ച ഉച്ചയോടെ ബോണക്കാട് ഉൾവനത്ത് നിന്ന് മനുഷ്യാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. 1 മാസത്തിലേറെ പഴക്കമുള്ള മൃതദേഹത്തിന്റെ തലയോട്ടിയും ഉടലും കാലും 3 സ്ഥലത്തായിട്ടാണ് കണ്ടെത്തിയിരുന്നത്. ശരീരത്തിൽ ഭഗവാൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. മരപ്പണിക്കാരനാണ് മരിച്ച ക്രിസ്റ്റഫർ. പക്ഷെ ഇത് നടന്നത് ഒരു കൊലപാതകമാണെന്ന് നമുക്ക് കൃത്യമാണ്. ഇതിന് പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ സുഹൃത്തുക്കളാണോ, മറ്റെന്തെങ്കിലും പകരം വീട്ടിലാണോ എന്നുള്ളതൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. നിലവിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. തീർച്ചയായിട്ടും ഇതൊരു കൊലപാതകമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു വാർത്ത നോക്കാം. അതായത് വളരെ വിവാദമായ, അല്ലെങ്കിൽ കേരളക്കാരെ കുറെ കാലം ഉറ്റുനോക്കിയ, അല്ലെങ്കിൽ എല്ലാവരും ആകാംക്ഷ നിറച്ച ഒരുപാട് ഭയങ്കര ഒരു വിവാദമായ ഒരു കേസാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധി. അപ്പൊ എന്തായാലും ആ കേസ് അവസാനിപ്പിച്ചിരിക്കുകയാണ് പോലീസ്. അവസാനിപ്പിച്ചിരിക്കുകയല്ല, ഏകദേശം അവസാനിപ്പിക്കാറായി എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതെ, അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി ഒരു രാസപരിശോധനാ ഫലം മാത്രമാണ് ഇനി വരേണ്ടത്. കാരണം മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന നിഗമനത്തിലാണ് ഇപ്പൊ പോലീസ് എത്തിയിരിക്കുന്നത്. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സ്വാഭാവിക മരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പൊ നിലവിൽ ലഭ്യമായ എല്ലാ ഫലങ്ങളിലും അസ്വാഭാവികതയില്ല. അപ്പൊ ഇനി ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ പോലീസ് തീർച്ചയായിട്ടും കേസ് അവസാനിപ്പിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉടൻ ഈ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കും എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്.
കേസ് അവസാനിപ്പിക്കുന്ന മുറയ്ക്ക് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ഇക്കഴിഞ്ഞ ജനുവരിയിലായിരുന്നു ഇത്തരം ഒരു വലിയൊരു സംഭവം ഉണ്ടായത്. അതായത് അച്ഛൻ സമാധിയായി എന്ന് പറഞ്ഞ് മക്കൾ രംഗത്തെത്തി. ഇതോടെ അതായത് ഈ മൃതദേഹം പോലും ചില ബന്ധുക്കള് അല്ലെങ്കിൽ അയൽക്കാരൊന്നും കാണുന്നില്ല. അച്ഛൻ സമാധിയായി, അച്ഛനെ ഒരു സിമന്റ് പീഠത്തില് സമാധി പീഠത്തില് സമാധിയാക്കിയെന്ന് മക്കൾ പറയുന്നു. ഇതേ തുടർന്ന് അത് ആ സമാധി പീഠത്തിന് വന്നതോടുകൂടിയാണ് ഇതൊരു വിവാദമായി മാറിയത്. ആ സമാധി പീഠത്തിനുള്ളത് ഗോപൻ സ്വാമിയാണോ, എങ്ങനെ മരിച്ചു എന്ന ചോദ്യങ്ങൾ ഉയരുന്നു. നാട്ടുകാരിൽ അതുപോലെ തന്നെ മറ്റു ചിലരും അത് പരാതിയുമായി രംഗത്ത് വരുന്നു. അപ്പോ ഈ ഒരു സമാധി പീഠം പൊളിക്കാനായി പോലീസ് എത്തുന്നു. അത് വലിയൊരു സംഘർഷത്തിലേക്ക് നയിക്കപ്പെടുന്നു. കോടതിയിലേക്ക് പോകുന്നു. കോടതി അത് പൊളിക്കണമെന്ന് ഉത്തരവിടുന്നു. അതിനുശേഷം അത് പൊളിക്കുന്നു. മൃതദേഹം പുറത്തെടുക്കുന്നു. അപ്പൊ അത് ഗോപൻ സ്വാമിയാണെന്ന് സ്ഥിരീകരിക്കുന്നു. പിന്നെ ഒരു മഹാസമാധി നടക്കുന്നു. അങ്ങനെ ഒരുപാട് കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഈ കേസ് മഹാസമാധിക്ക് ശേഷം ക്ഷേത്രമൊക്കെ പണിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അവര് ദൈവമാണ് എന്നുള്ള രീതിക്ക് ക്ഷേത്രമൊക്കെ പണിയുമെന്ന് മക്കളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏകദേശം കേസ് അവസാനിപ്പിക്കുന്ന ഘട്ടമായതുകൊണ്ട് തീർച്ചയായിട്ടും അത്തരമൊരു നീക്കത്തിലേക്ക് മക്കൾ കടക്കും എന്നുള്ള കാര്യം എന്തായാലും തീർച്ചയാണ്. അതെ, അങ്ങനെ മഹാകോലാഹലം ഉണ്ടാക്കിയ കേസാണ് ഇപ്പോ ഏതാണ്ട് അവസാനിക്കാറായി. അതായത് അസ്വാഭാവികതയൊന്നുമില്ല. ഈ പറയപ്പെട്ടതുപോലെ കൊലപാതകമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലുള്ള ഒരു മരിച്ചു കഴിഞ്ഞതിന് ശേഷം തന്നെയാണ് ഇവര് സമാധി പീഠത്തിലേക്ക് കൊണ്ടുവന്ന് ഇരുത്തിയതെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും രാസപരിശോധനാ ഫലം കൂടി വരാനുണ്ട്. ഇതിനുശേഷം അന്വേഷണം അവസാനിപ്പിക്കുന്നത് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇതിനിടയിൽ മുതലപ്പുഴയിൽ നിന്നും മറ്റൊരു വാർത്ത വരുന്നുണ്ട്. കാരണം മുതലപ്പുഴയിലെ മണൽ നീക്കം മന്ദഗതിയിൽ നടക്കുന്നത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ തൊട്ടടുത്ത മത്സ്യബന്ധന മേഖലകളിലൊക്കെ കൂട്ടപലായനം ചെയ്യുകയാണെന്ന റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ പുഴി അടഞ്ഞതോടെ സർക്കാർ തലത്തിൽ തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇതോടെ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികളെ കൊല്ലത്തേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പോ തിരുവനന്തപുരം, കൊല്ലം ജില്ലാ കളക്ടർമാർക്ക് ചർച്ച നടത്തി നടപടികൾ സ്വീകരിക്കാൻ മന്ത്രി നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. കൊല്ലം, ജോനകപ്പുറം, തങ്കശ്ശേരി ഹാർബറുകൾ മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്കായി അനുവദിക്കുമെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുമായി സംസാരിച്ചതിനു ശേഷമായിരിക്കും ഈ വിഷയത്തിൽ അന്തിമ തീരുമാനമൊക്കെ എടുക്കുക. മുതലപ്പുഴയിലെ മണൽ നീക്കം ഊർജിതമാക്കാനും നടപടി ഉണ്ടാകും. കേരള മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനുമായി കരാറിലെത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതുവഴി കൂടുതൽ മണൽ നീക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മുതലപ്പുഴയിലെ മണൽ നീക്കം മന്ദഗതിയിലായതിനു പിന്നാലെ മത്സ്യത്തൊഴിലാളികൾ തൊട്ടടുത്ത മത്സ്യബന്ധന മേഖലയിലേക്ക് പലായനം ചെയ്തു തുടങ്ങിയിരിക്കണം അല്ലെ? കഷ്ടം തന്നെ. ഈ മുതലപ്പുഴയിലെ മണൽ നീക്കം മന്ദഗതിയിലാണ്. ഇതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ തൊട്ടടുത്ത മത്സ്യബന്ധന മേഖലയിലേക്ക് പലായനം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. മരിയനാട്, പുതുക്കുറിച്ചി, അഞ്ചുതെങ്ങ് തുടങ്ങിയ തീരങ്ങളിലേക്കാണ് മത്സ്യത്തൊഴിലാളികൾ പലായനം ചെയ്യുന്നത്. പലായനം ചെയ്യുന്നവരിൽ മിക്കവരും ചെറുവള്ളങ്ങളിൽ ഉപജീവനം തേടുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അപ്പോ മുതലപ്പുഴയിൽ മാത്രം 400ഓളം മത്സ്യത്തൊഴിലാളികളാണ് ചെറുവള്ളങ്ങളിൽ പുറം കടലിൽ പണിക്ക് പോകുന്നത്. നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി നേരിൽ കണ്ട് പരാതി നൽകിയതാണ്. എന്നിട്ടും ഈ മുതലപ്പുഴയിലെ പ്രശ്നത്തിന് ഒരു പരിഹാരമായി എന്ന ആരോപണമൊക്കെ ശക്തമാണ്. മത്സ്യത്തൊഴിലാളികൾ അതൊരു ആരോപണമായിട്ട് അല്ലെങ്കിൽ ഒരു സങ്കടമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങുന്ന ഡ്രഡ്ജിംഗ് നടപടികളിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ രീതിയിലുള്ള ആശങ്കയാണ്. ജൂൺ കഴിയുമ്പോഴാണ് ഇതിന്റെ ഒരു സീസൺ ഒക്കെ ആരംഭിക്കുന്നത്. കഴിഞ്ഞ 3 മാസമായി മുതലപ്പുഴയിലെ മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പണിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ വളരെ ഒരു ദുരിതാവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കുടുംബത്തിനും 1000 രൂപ വീതം ധനസഹായം നൽകണമെന്നും സർക്കാർ ഉടനടി നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ സമരവുമായി രംഗത്തെത്തുമെന്നും മത്സ്യത്തൊഴിലാളികളും പറഞ്ഞ് രംഗത്ത് ഒരു മുന്നറിയിപ്പൊക്കെ നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആവശ്യവും ഇത് അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അവർ നേരിടുന്ന ആ ദുരിതം, അത് നമ്മൾ ഒരിക്കലും സർക്കാർ അതിൽ ആ ഒരു ദുരിതത്തോട് കണ്ണടയ്ക്കാൻ പാടില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവര് തീരദേശ റോഡുകളൊക്കെ ഉപരോധിച്ചിരുന്നു. അപ്പോൾ ഉടൻ തന്നെ ഇതിലൊരു തീരുമാനമാകുമെന്ന് പറഞ്ഞ് പിന്നെ ആ സമരങ്ങളൊക്കെ മാറ്റിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊത്തത്തിൽ പുഴി മൂടിക്കൊണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികൾ തീർച്ചയായിട്ടും ഇതിലൊരു തീരുമാനമായില്ലെങ്കിൽ ശക്തമായ സമരമുറ എടുക്കുമെന്ന് നമുക്ക് കൃത്യമായി വ്യക്തമാണ്.